പറ്റത്തില്ല പറ്റത്തില്ല. അല്ല നമ്മുടെ ഡയറക്ടർ സാറിന്റെ കൂട്ടാന്റെ വീടല്ലേ, പുള്ളി വെളിയിൽ നിന്ന് വരുന്നില്ലടാ. അല്ല അന്ന് രാത്രി നീ എന്തോ കണ്ടേ? രാത്രിയിൽ ഞാനും അവളും കൂടെ ഒന്ന് ഇറങ്ങാനായിട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാ. ഏതവള്? അതാണ് ഇപ്പോഴത്തെ കാര്യം നീ പറയുന്നേ. പോയിട്ട് വരുന്ന വഴിക്കുണ്ടല്ലോ നമ്മൾ ഷോർട്ട് ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമില്ലേ, എന്റെ പൊന്നട അവിടെ ചെന്നപ്പം പുറകെ കൂടെ ഒരു രൂപം നടന്നു വരുന്ന ഒരു തോന്നല്. നീ വല്ല സൗണ്ടും കേട്ടായിരുന്നു? നീയോ? ഞാൻ കേട്ടോണ്ടുള്ള പട്ടി നിന്നോട് പറഞ്ഞേ. എന്താ ചെയ്യുക? നോക്കണ്ട, ഓടിക്കോ. എന്നെ കൂടെ കൊണ്ടുപോടാ. തുറക്ക് തുറക്ക് തുറക്കടാ, തുറക്ക് തുറക്കടാ തുറക്കടാ തുറക്കടാ. தம்பி வணக்கம். நான் தான் சிட்டி 2.0 அல்லை ചിട്ടി മുത്തു. ആരെണ്ണ ഇത്? എടി ഇത് ചിട്ടി, അവന്റെ വീട്ടുകാരൻ. രാവിലെ ഉടങ്ങിയ സിംഗത്തെ കാട്ടിലെ പത്രപ്പേ കാലിന്റെ പത്രപ്പേന്ന് പറഞ്ഞിട്ട്. സിംഗത്ത് ഫോട്ടോയിലെ പത്രിക, ടിവിയിലെ പത്രിക, വെറുത്ത നമ്മ കാട്ടിലെ പത്രിക. എവിടെയെങ്കിലും പോയി പാത്തിരുന്നില്ല ഞാൻ തുപ്പും നിന്നെ ഞാൻ. അല്ല ഇവൻ ആരെന്നാണ് പറഞ്ഞത്? ചിട്ടിമുത്തു ജംഗ്ഷന്റെ അവിടെ ആഴ്ച ചിട്ടി നടത്തുന്നില്ലയോ? സതിച്ചേച്ചിയുടെ വീട്ടിലെ പുതിയ താമസക്കാരൻ. അമ്മ അത് ഞാൻ ചിട്ടി മുത്തു. അമ്പടി കള്ളി. മതി കുഞ്ഞു കളിച്ചത്, പെട്ടെന്ന് പണിയെടുക്ക്. പണിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് അടിക്കാൻ എങ്ങനെ ഉണ്ടോ? അത് ശരി പറയാൻ ചെറുതും ഇല്ല ഒരു മയിലും ഇല്ല. ഇപ്പൊ അടിച്ചു കഴിഞ്ഞാലേ പണി നടക്കുകയല്ലേ. ഒരു മയിലും ഇല്ല, രണ്ടര അടിക്കാതെ ഒരു പരിപാടി നടക്കത്തില്ല. വാങ്ങോ എന്താ കയറി പോകരുത്. മറ്റേ ബൈക്കിന്റെ കാര്യമില്ലടാ, അത് ഞാൻ പറഞ്ഞു. வட்டி எவ்வளவு ஆனா என்ன, உனக்கு திடீர்னு பைசா கிடைக்குமே அது போதுமா? ഒറ്റ ഒരെണ്ണം ലൈറ്റ് എടുത്താൽ ഇങ്ങ് വന്നല്ലോ. കൊള്ളാം. എടാ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിടാ. ഓടെ എന്നാ പാണ്ടി അടിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അനു ചിട്ടി അച്ചറിഞ്ഞേ. ആണ്ടവാ എടാ നാട്ടി മൊത്തം വിഷയ. ചിലയിടത്ത് കല്ലേറുണ്ട്, ചിലയിടത്ത് രൂപം കാണുന്നു, ഫുള്ള് വിഷയ. ഇവനെയും പേടിപ്പിച്ച മൊത്തത്തിൽ വിഷയ. ചിലയിടത്തൊക്കെ മോഷണം ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. മോഷണവും നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഭൂതവും പ്രേതമൊന്നുമല്ല, കള്ളന്മാര് തന്നെ ആക്കാനാണ് സാധ്യത കൂടുതൽ. ഇനി പ്രേതം എന്ന് പറയുന്ന സാധനങ്ങൾ അങ്ങനൊന്നും ഉള്ളതില്ല. അതൊക്കെ നമ്മുടെ അവബോധ മനസ്സിൽ നിന്ന് നമ്മുടെ അന്തർധാരകളിലേക്ക് ലയിച്ചു ചേരുന്ന ചില വിഭൂതികളെയാണ് നമ്മൾ അതിനെ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യം. ഇതെല്ലാം മിഥ്യ. ഒരു പരിധി വരെ മിഥ്യയാണെന്ന് പറയാമെങ്കിലും നമ്മുടെ കണ്ണിനെ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ കബളിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കൺമണി അൻപോട് അടിപൊളി പൊന്മണി പൊന്മണി പൊന്മിഴി സൗഖ്യമേ ടുണ്ടു 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 പൊന്മുനി പാർക്കയിൽ കവിത വിട്ടത് അത് എഴുത നിനക്ക് വാർത്തയിൽ വാർത്തമുട്ടത്. ഓ കൺമണി അൻപോടു കാതലെന്നാലിട്ടു പിന്നിൽ വന്നു കണ്ണു പൊത്താം കണ്ടുവന്ന് കള്ളം ചൊല്ലാം കാണാത്ത കഥകളിലെ രാജാവും
ഞാനൊരു കഥ പറയാം. പറ. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പയ്യനാ. പുള്ളിക്കാരൻ ഒരു ബെസ്റ്റി ഉണ്ട്. ബെസ്റ്റി എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ച. ഇവര് കുറച്ചു നാളായിട്ട് ഒരു 6-7 മാസമായിട്ട് ഇവര് രണ്ടുപേരും എന്തായാലും അടിച്ചു പിരിഞ്ഞ് ഇപ്പൊ നിക്കുക. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാല് പണ്ട് ഇവക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇവരുടെ ഫോണിനകത്തോ ഫ്ലിപ്കാർട്ടിനകത്തോ എന്തിനകത്തോ. പക്ഷെ ഇതിനകത്ത് വന്ന കോമഡി, ഇവര് ഈ ഒരു പയ്യൻ ഇതിനിടയ്ക്ക് ഒരു സാധനം ഓർഡർ ചെയ്യും. അബദ്ധത്തിൽ എന്റെ കഥ പിന്നെ എനിക്കല്ലേ ഉള്ളതാ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ എനിക്കിട്ടേ അത് ശരിയാ. അങ്ങനെ പറഞ്ഞ അങ്ങനെ ഇരിക്കെ കുറച്ചാള് മുമ്പ് ഇവൻ ഒരു സാധനം ഓർഡർ ചെയ്യും. അബദ്ധത്തില് അഡ്രസ് മാറിപ്പോയി. ഇവന്റെ അഡ്രസ്സിന് പകരം പെങ്കൊച്ചിന്റെ അഡ്രസ്സിലോട്ടാ സാധനം. ഇവനെ വിളിച്ചിട്ട് വാട്സപ്പിൽ ഒരു ഫോട്ടോ സാധനത്തിന്റെ ഷഡ്ഡി. ഇവന്റെ ഷഡ്ഡി വാങ്ങിക്കാൻ വേണ്ടി ഒരുത്തരെ പറഞ്ഞു ഇവനെ. കേട്ടോ, അവന്റെ ഒരു ഷഡ്ഡി അവിടെ മുറി കിടപ്പുണ്ട്. ഇന്നലെ വന്നാന്നാ പറഞ്ഞ. അനങ്ങി എന്നായിരുന്നെങ്കിൽ ഇവന്റെ ബോധം പോയപ്പോഴാ നാട്ടിൽ മൊത്തം പ്രശ്നം ആന്നേ. ഈയിടയ്ക്ക് നമ്മുടെ പുത്തമ്പാലത്തിന്റെ അതുവഴി പോയപ്പം നമ്മുടെ ഇട്ടിക്ക് നേരെ കല്ലേറ്. ആരറിയാനാ? അവിടങ്ങും നോക്കിയപ്പോ അവിടങ്ങും ആരുമില്ല. അവനാണെ പേടിച്ച് വരണ്ടു പോയി. വൻ സീന്. പ്രേതമാണോ ഭൂതമാണോ? അതൊക്കെ പോട്ടെ, വേറൊരു വിഷയമുണ്ട്. നമ്മുടെ തങ്കമണി ചേച്ചി ഇല്ലേ, അവരുടെ വീട്ടിൽ രാത്രി പട്ടി വരയ്ക്കുന്നു പറഞ്ഞിട്ട് പുള്ളിക്കാരി കഥ തുറന്നു നോക്കിയപ്പം ഇതിന്റെ മുമ്പിൽ ആൾരൂപം നിൽക്കുന്നു. പുള്ളിക്കാരി അപ്പം തന്നെ പേടിച്ച് തല ഇറങ്ങി വീണ് പിന്നെ പൊക്കിയെടുത്ത് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. എന്തുവാന്ന് ആർക്കറിയും? ഇതൊക്കെ പോട്ടെ, നമ്മുടെ ശ്രീകാന്ത് ഇവൻ രാത്രി മൂത്രം ഒഴിക്കാൻ വേണ്ടി പുറത്തോട്ട്. അപ്പൊ മുന്നിലൂടെ ഒരു തീപ്പന്തം പോകും. ഇവൻ ഇത് കണ്ട ഉടനെ പേടിച്ച് ബോധം കെട്ട് വീണു. അല്ല, ബോധം കെട്ടില്ല, പേടിച്ച് ഓടി. മൊത്തം എടാ വെള്ളം തീർന്നടാ. വെള്ളം എടുത്തോണ്ട് ചെല്ലി. എനിക്കങ്ങ് പോയി. നീ പോയി എടുത്തുണ്ടോ? നീ പോയി എടുത്തോണ്ട് ഓ ഞാൻ ആരെങ്കിലും ഒക്കെ പോയെടുത്തോണ്ടാ. നീ ചിലപ്പോ എടുത്തോണ്ട് വാ. ഓ ഞാൻ പോയിട്ട് വാ. എനിക്ക് കുപ്പി ഓ ഞാൻ ഇല്ല. നിനക്കെന്താ പേടി? എനിക്ക് പേടിയൊന്നും. എന്നാ പോവല്ലോ. എന്നാ പിന്നെ ചെല്ലു പോ. പിന്നെ ഞാൻ അങ്ങനെ ഞാൻ തന്നെ പോവാം. എടാ സീട്ടുമല്ലോ മച്ചായിരുന്നു. തീർട്ട് കിട്ടണ്ടേ? നീയൊക്കെ പേടിപ്പിച്ച എന്റെ കുടം പോന്ന കണ്ടു. ഞാൻ അന്നേരം നിന്നോട് പറഞ്ഞ വെറുതെ അവനെ പറഞ്ഞ് പേടിപ്പിക്കരുത് കണ്ടു. നീ ചുമ്മാ ആവശ്യമില്ല. എടാ പേടിപ്പിക്കുന്ന കാര്യമല്ലല്ലോ, നിന്നോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എടാ ഈ ഭയമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ പ്രളയപ്രക്ഷുബ്ധമായ ഒരു തോന്നൽ മാത്രം. നിർവികാരവും നിഷ്ഠൂരവുമായ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ ഒരു സംഭവം നമ്മളിലേക്ക് അടിക്കുന്നത്. ഇതിപ്പോ നിങ്ങൾ എല്ലാവരും കൂടി ഈ ഒരു അവസ്ഥയിൽ അവനെ ആക്കിയത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ അവൻ അങ്ങനെ ആയത്. പോയവൻ ഇനി വരുമോ? പോയവൻ ഇപ്പൊ അവനൊക്കെ തിരിച്ചു വന്നോളൂ. ഇപ്പൊ വെള്ളം ആരെടുക്കും? നീ ഒരു കാര്യം ചെയ്യും, നീ പോയി വെള്ളം എടുക്കും. അത് പറ്റത്തില്ല. അവിടെ ചോദിച്ചാൽ അടിച്ചിട്ടു. അടിച്ചിട്ടു ചുമ്മാ കുഞ്ഞു കളിക്കല്ലേ ചെല്ല്. അല്ല ഇവരെന്താ ഇത്ര ഇതിനകത്ത് പേടിക്കാൻ ഇപ്പൊ എന്ത് ഞാനിതൊന്നും പേടിച്ചിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല. ഞാൻ കാണിക്കുന്നു.
അതിന്റെ ആവശ്യമില്ല. ചിലപ്പോ ഈ കൊച്ചനെയും കൊണ്ട് അല്ല, എന്നാലും ഇനി എന്തിനാ ഓടിയത്? എന്നാലും ഇനി വരട്ടെ. ഇനി ഇവനും കയറുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. ഇനി വെള്ളം ഇനി എവിടെ വെച്ചേക്കുന്നതെന്നാ. ലൈറ്റും ഇല്ല. ഏയ്. ആ. ഓ. ആ, അത് മതി. പേടി തോന്നി ആദ്യം കണ്ടപ്പോ മറ്റെന്തോ തോന്നി. മോനെ എടാ ഇത് അങ്ങനല്ല. ശരിക്കും ഈ പ്രേതവും കാര്യമൊക്കെ ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല. നീ ആണെങ്കിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. പിന്നെ ആ അത് ഇപ്പൊ ഇച്ചിരി പൊളിക്കും. അതെന്തായാലും ഞാൻ സമ്മതിച്ചില്ല. ഞാൻ മുഴുവൻ നീ എന്തോ ഈ പറയുന്നത്? എടാ ഇങ്ങനത്തെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് അവന് എന്താ ഞാൻ താഴെ ചെറിയൊരു രൂപം കണ്ടോന്നൊരു നീ എന്തുവാ കണ്ടേ? തോന്നലായിരിക്കും. ആ, എന്നാലും കണ്ടു. നിനക്കും പേടിയാണ്. ഇപ്പൊ ഞാൻ തീരുമാനം ഉണ്ടാക്കി തരാം. ഇതിനിത് എവിടെ പോവാ? ഒപ്പം എല്ലാം പേടി പേടി മുഴുവൻ. എവിടെ? അവിടെ എടാ നിന്നോടൊക്കെ മലയാളത്തിലല്ലേ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്ന പ്രേതത്തിനെ കണ്ടു. അതുകൊണ്ട് ഒരുത്തനാണെങ്കിൽ അങ്ങോട്ട് ഓടി പോകുന്നു, ഒരുത്തനോട്ട് ഒരു കൂസലില്ല നിൽക്കുന്നു, നീ ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നു. എന്താ പാടാ ഇത്? എടാ ഇവനോടൊന്നും പറഞ്ഞിട്ടില്ല. നീ വന്നേ ഇവനെ കൊണ്ട് എടുത്ത് അവൻ അവിടെ കിടക്കാം. അവൻ എങ്ങനെയെങ്കിലും ഇവിടെ എടുത്തോണ്ട് വരും. വേണ്ട, ഇത്രയും പറ്റിയല്ലേ മോനെ വിടി. എന്റെ ദൈവമേ. ആ പിടിക്ക് 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 പിടിക്ക്. വരട്ടെ 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 വരട്ടെ. ആ മതി മതി മതി. ഏത് എടുത്ത് മാറ്റി തുമ്പി എന്താ ഞാനാ? എടാ ചിട്ടി എടുക്കട്ടെ. പലിശ കൂടുതലാണെങ്കിൽ അടയ്ക്കാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ.
പിന്നെ എഡിറ്റിങ് മറ്റേ നീ കഴിഞ്ഞ തവണ കറക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാഞ്ഞോണ്ടാണ് ഷോർട്ട് ഫിലിം കറക്റ്റ് സമയത്ത് ഇറങ്ങാഞ്ഞത്. ഇപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം റെഡി ആയിക്കോണം. നീ ക്യാമറയും കാര്യങ്ങളൊക്കെ റെഡി ആക്കി. നീ എന്താ ഇങ്ങനെ നിൽക്കുന്ന സമയം കളയല്ലേ? ക്യാമറയല്ലേ? എന്താ തേങ്ങ എന്റെ പൊന്നു പഴവേ, ഇവിടെ എന്താ സംഭവിച്ചെന്ന് വല്ലതും അറിയാവോ? എന്താ നടന്നതെന്ന് വല്ലതും അറിയാവോ? നമ്മക്ക് ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടണ്ടേ? ചിട്ടി എത്തിയ ചിട്ടി ചിട്ടി അല്ലടാ ചിട്ടി ചിട്ടി ചിട്ടി. ആ ചിട്ടി അവനെന്തിനാ? ചിട്ടി എടാ അവനെ കാണുന്നില്ല. എത്തിയേ. അവൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട് കാണാം. നമുക്ക് പോയി ചിട്ടി എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാം. പോയി നോക്കാം. എടാ എന്നെ കൂടെ കൊണ്ടോടാ. ആദ്യം കൊലയും കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റുമോ നോക്കാം. പിന്നല്ലേ മണി ഒന്നാമത് പേടിയുള്ളത് അവിടെ സൗണ്ട് കേട്ടോ. അങ്ങോട്ടെത്തി നോക്കാമോ? ലൈറ്റ് നീ ഇടാമോ? എങ്ങനെയുണ്ടോ? നീ ഇട്. എത്ര അയ്യോ പറയുന്ന പ്രേതോ പിടിക്കണ അവനെ. ആ, പിടിക്കണ. ചേർത്തിരുത്തറ. മതി 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 അടിക്കല്ലേ മതി. നല്ല വിളിച്ചെടുത്തിട്ടാ. എന്താ? എടാ നല്ല വിളിച്ചെടുത്തിടാ. കളിക്കുന്നോടാ നീ. ഓട്ടറാവുണ്ട് തുണി. പിടിക്കടാ. ചേർത്തിരുത്ത്. ആ പുതുമയൊന്നും തോന്നിയില്ല. പ്രെഡിക്റ്റബിൾ ആയിരുന്നു. തികച്ചും യാദർശികം മാത്രം. ഐശി നീ അല്ലടാ എന്നും പാലത്തിനടിയിൽ നിന്ന് കല്ലെറിയുന്നത്? നാട്ടുകാരെ ദീപം കാണിച്ചു പഠിപ്പിക്കുന്നല്ലടാ. നീ ആണോടാ ഞാനും കൊച്ചുകൂടെ സെൽഫി എടുക്കാൻ പോയപ്പോ പുറകെ കൂടെ കേന്ന് പോകുന്നുണ്ട്. ഏത് കറ്റ്? അതാണോ ഇവിടുത്തെ പ്രശ്നം? അതൊരു പ്രശ്നമല്ലേ? ഈ ഒരൊറ്റ ഒരുത്ത കാരണം ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. കൊച്ചു കുഞ്ഞാണല്ലോ. സാഹചര്യമാണോ കുഞ്ഞ് നിന്നെ കള്ളനാക്കിയ? എടാ സാഹചര്യമാണോ നിന്നെ കള്ളനാക്കിയെന്ന്? അതാരാ? അവന്റെ കുരു. ഞാനാ തുറക്ക. നിനക്കുണ്ട്. എടാ ഇത് ലോക്കാണല്ലോ. ആ താങ്ങോൽ എന്റെ കയ്യിലാ. ആ ഞാൻ വരാം. വെറുതെ പേടിച്ച് പിള്ളേര്. തുറക്കുന്നില്ലല്ലോ. ആരാ? ഇതെന്താ പുല്ല്? പോയ വണ്ടി വന്നിട്ട് പോയതാ. അയ്യോ അങ്ങ് ചെല്ലൂല.
എനിക്ക് മൂട്ടടാ. ഹലോ എന്താ എവിടാ നിങ്ങള്? നമ്മുടെ മുള്ളിച്ചേട്ടനില്ലയോ? പുള്ളിയാണെങ്കിൽ കുളിച്ചിട്ട് ഇറങ്ങി വന്നപ്പോ ഏതോ രൂപത്തെ കണ്ട് താഴെ വീണുണ്ട് ബോധം കിട്ടായിരുന്നു. ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് എല്ലാരും. അതുപോലെ തന്നെ നമ്മുടെ രാജചേച്ചി ഇല്ലയോ? പുള്ളിക്കാരി ഏതോ രൂപത്തെ കണ്ടെന്ന് പറഞ്ഞാണ്ട് ഇവിടെ ഭയങ്കര പ്രശ്നം. ഞങ്ങളെല്ലാം അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുക. നിങ്ങൾ എവിടാ? നിങ്ങൾ എവിടാന്ന് പറ. എടാ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഇവിടെ മൊത്തം പ്രശ്നമാണ്. ഇതെന്താ തേങ്ങ ഇത്? കറക്റ്റാ, ഇവനും പാണ്ടി അവനും പാണ്ടി. ഇവന്മാരെല്ലാം ഒറ്റ ടീമാ. ഇറങ്ങിയേക്കോ ചുമ്മാ നാട്ടുകാരെ പറ്റി. ശരിയാ, അവൻ വന്നപ്പോ തൊട്ട് ഇവന്റെ മാല നോട്ടം ഇട്ടിട്ടുണ്ട്. അവന്റെ മാല കുഞ്ഞു കളിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത്. മിക്കവാറും അവനാകാനാണ് സാധ്യത. എന്നാലും അവനിത് അല്ല ഡൈനോസർ. அண்ணே நீங்கள் எവിടെ இருந்து எப்படி இருந்தது எப்படி இருந்து போதெல்லாம் போச்சு. கண்ணை திறந்து பார்க்கும்போது யாருமே இல்லை இங்க. ஓ யாரும் இல்லையே, இங்க யாருமே இல்லையா? கடவுளே, ഐശി പിന്നെ വിളിക്കുന്നു. രാകേഷേട്ടൻ ഇപ്പൊ വിളിച്ചായിരുന്നു. നമ്മുടെ ഉണ്ണിച്ചേട്ടല്ലേ, പുള്ളിയുടെ ഫാമിൽ 6 ആടുകളെ കാണാനില്ല. പുള്ളിയാണെങ്കിൽ മരുന്നടിച്ചാണ്ട് അവിടെ തന്നെ കിടപ്പുണ്ട്. ഞങ്ങളാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് പോവാ. എടാ നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോരും. ശരി ശരി എടാ സംശയം ഉള്ളവനും കള്ളനും എല്ലാരും ഇവിടെ ഉണ്ട്. ഇത് പാരാ? ഹലോ കേഫാൽ കൂട്ടുകാരാ, കേഫാൽ. നമ്മുടെ വീട് വൃത്തിയാക്കത്തൊക്കെ എത്തുവായി. സെറ്റായോ? ഞാനിപ്പോ നമ്മുടെ നാടിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് എത്തി. എങ്ങനെ കൂടെ ഉണ്ടായോ? ഞാൻ അവിടെ പുറകെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ എത്തി. എന്തുവാടാ മുമ്പിൽ ഒരാൾ രൂപം കണ്ടോ?